ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഒട്ടും കയ്പില്ലാതെ ദീർഘകാലം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 1 കിലോ നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഇതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അതിനായിട്ട് ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. വെളുത്ത തുണി, കോട്ടൺ തുണി ആയാലും മതി കേട്ടോ. അപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഓരോ നാരങ്ങ ഇങ്ങനെ വെള്ളമെല്ലാം തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഒട്ടും ഈർപ്പമില്ലാതെ വേണം ഈ നാരങ്ങ എടുക്കാനായിട്ട്, കാരണം എന്നാലേ നമുക്കിത് കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം വെള്ളമയം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നേ കോട്ടൺ തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറും കൊണ്ട് നാരങ്ങയെല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ നാരങ്ങയെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിനെ ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കണം. അപ്പോൾ ഒരു മൺചട്ടിയിൽ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ എല്ലാ നാരങ്ങയും കൂടെ ഒരുമിച്ചിടാൻ പറ്റില്ല, 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എണ്ണയ്ക്കകത്ത് കിടന്ന് നാരങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഒന്ന് വാടി വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറും. ആ സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം. അപ്പോൾ ആദ്യം ഇട്ടത് കോരി മാറ്റി രണ്ടാമത്തെ ട്രിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് കോരി മാറ്റാം. ഇനി അടുത്തയായിട്ട് ഇതിനുള്ള അരപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അരപ്പ് തയ്യാറാക്കാനായിട്ട് 25 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരു ചീനിച്ചട്ടിയിലിട്ട് കൊടുത്തൊന്ന് വറക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുളകൊന്ന് മൂത്ത് വരണം. എരിവുള്ള മുളകാണേ, കാശ്മീരി ചില്ലിയല്ല, സാദാ മുളകാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. മുളകെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കടുകും 2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവയും ഒന്ന് മൂത്ത് വരണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരും. കടുകും അതുപോലെ തന്നെ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കുമെന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ നാരങ്ങ വറുത്ത എണ്ണ ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് വന്ന എണ്ണ തന്നെയാണ്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 കുടം വെളുത്തുള്ളി കേട്ടോ, വലിയ 2 കുടം വെളുത്തുള്ളിയാണ്. അതും ഒരു കഷ്ണം ഇഞ്ചി അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിന് കറിവേപ്പിലയും മുളകും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം, ഒന്ന് മൊരിഞ്ഞ് വരണം. കുറച്ച് നേരം അതവിടെ എണ്ണയിൽ കിടക്കട്ടെ. അപ്പോൾ അതെല്ലാം മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ തരിതരിപ്പായിട്ടാണ് പൊടിച്ചേട്ടോ, ഒത്തിരി ഭസ്മം പോലെ പൊടിച്ചില്ല. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നാരങ്ങയിൽ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നാരങ്ങ വാട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ നാരങ്ങയല്ല, ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തു, വലുത് 4ആയിട്ടും കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല വലിപ്പത്തിലുള്ള നാരങ്ങയാകുമ്പം പല രീതിയിലായി പോകും കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ നാരങ്ങ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒരേ വലിപ്പത്തിലുള്ള നാരങ്ങ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നാരങ്ങ എല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരപ്പെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണേ. ഞാൻ ഏകദേശം 2 കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ശർക്കര പൊടിയാണ്. മണ്ണൊന്നും ഇല്ലാത്ത, അഴുക്കൊന്നും ഇല്ലാത്ത നല്ല പൊടിയാണ്. അത് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ശർക്കരപ്പൊടി ഇട്ടതിന് ശേഷം നല്ല നന്നായിട്ട് നാരങ്ങ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി കിട്ടണം കേട്ടോ. ഒരുപാട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടേ ഇല്ല, വിനാഗിരി മാത്രമാണ് ചേർത്തിരിക്കുന്നത്.
ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ്. ലാസ്റ്റാണ് കായം ചേർത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണം വേണമല്ലോ അച്ചാറിന്. അപ്പോൾ കായപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അധികം തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അച്ചാർ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകി അരപ്പെല്ലാം അതിൽ പിടിച്ചിരിപ്പുണ്ട്. എന്ത് മണമെന്നറിയാമോ? അതിൻ്റെ മണം മാത്രം അടിച്ചാൽ മതി, ചോറ് കാലിയാവും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ഭരണിയിലാക്കാം. അപ്പോൾ ഒരു ഭരണി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അച്ചാർ ഇട്ട് കൊടുക്കാം. കണ്ടാലറിയാമല്ലോ, നല്ല അടിപൊളി അച്ചാറാണ്. നല്ല മണവും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഒരു കഷ്ണം മതി ഒരു പാത്രം ചോറ് തിന്നാനായിട്ട്. കണ്ടാലറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ.